ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. ബിക്കോസ് ഇതൊരു റിയൽ എക്സ്പീരിയൻസിനെ ബേസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് ഒക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സുകളൊക്കെ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ സ്കിൻ കെയർ പ്രോഡക്ട്സുകളൊക്കെ സ്പാം ആണോ, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ, നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾക്കും ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കെമിക്കലി ഉള്ളത് കാണാറുണ്ട്, ഹെർബലി ഉള്ളത് കാണാറുണ്ട്, ഓർഗാനിക് എന്ന് പറഞ്ഞ് കാണാറുണ്ട്, ആയുർവേദിക് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഭൂതിയിൽ തന്നെ ഹോം മെയ്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ അല്ലേ, അങ്ങനെയും പല കാറ്റഗറി കാണാറുണ്ട്. അങ്ങനെ കാണുന്ന പല പ്രോഡക്റ്റുകളും സ്പാം ആണോ, ഒറിജിനൽ അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടാറുണ്ടോ എന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ എന്താണ് ഇൻസിഡൻ്റ് എന്ന് പറയാം. റീസെൻ്റ്ലി നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവരെ ഞാൻ ഒരു ഓൾമോസ്റ്റ് 6 months ബിഫോർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മാരേജ് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദറിലൊക്കെ നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ ഹെർ സ്കിൻ വാസ് ഫൈൻ, നന്നായിട്ടിരിപ്പുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ, നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരുടെ സ്കിന്ന് കുറച്ച് ഫെയർ ആയിട്ടുണ്ട്, പക്ഷേ നന്നായിട്ട് ചുളുക്കങ്ങൾ എന്ന് വെച്ചാൽ റിങ്കിൾസ് അല്ല, ഫൈൻ ലൈൻസ് അല്ല, ഇതൊന്നുമല്ലാതെ സ്കിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുളുങ്ങിയിരിക്കുന്നു. അതിങ്ങനെ വലിച്ചാൽ നന്നായിട്ട് എക്സ്പാൻഡ് ആകുന്നു. ഓക്കെ, അത്രയ്ക്കും ഡ്രാസ്റ്റിക് ചേഞ്ച്. ചിലപ്പോൾ ചില കണ്ടീഷനിൽ ഒരു 6 months ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ സ്കിന്നിന് വരാം. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് കണ്ടതാണ്. ഓക്കെ, കുറേ അഡ്വർടൈസ്മെൻറ്റ് അതിൻ്റെ കണ്ടിരുന്നു, അപ്പോൾ ആഗ്രഹം തോന്നിയിട്ട് കയ്യിൽ ഒതുങ്ങാത്ത ബഡ്ജറ്റ് വെച്ചിട്ട് വാങ്ങി യൂസ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ടങ്ങ് വെളുത്തു. അതായത് പുള്ളിക്കാരി കൊണ്ടായിരുന്ന കളറിനേക്കാളും ഡബിൾ കളർ അങ്ങ് കിട്ടിയിട്ട് ഫേസിൻ്റെ ആ ഒരു ഐശ്വര്യവും ഭംഗിയും ഒക്കെ പോയിട്ട് കുറച്ചൊന്ന് വിയർക്കുമ്പോൾ നെറ്റിയുടെ അവിടെ ഒക്കെ നന്നായിട്ട് കറുത്തിരിക്കുന്നു. നമ്മളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ ഈ പറയുന്ന കളർ നമ്മൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് മേ ബി കെമിക്കലി ആവട്ടെ, കോസ്മെറ്റിക്സ് ആവട്ടെ, അല്ലെ നമ്മളുടെ ആയുർവേദിക് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആവട്ടെ, ഹോം മെയ്ഡ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആവട്ടെ, ഓർഗാനിക്, അങ്ങനെ പല ബ്രാൻഡിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ ചാടിക്കേറി അത് വാങ്ങിക്കാതെ നമ്മളുടെ സ്കിന്നിനെ ഒന്ന് ലിസൺ ചെയ്യുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നമ്മളുടെ സ്കിന്നിനെ നമ്മൾക്ക് മാത്രമാണ് അറിയാവുന്നത്. നമ്മളുടെ സ്കിന്നിന് എന്താണ് മാച്ചാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പാല് പോലും പലർക്കും പല രീതിയിലാണ് മാച്ചാവുന്നത്. ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട ഉടനെ ഒരു സെലിബ്രിറ്റി അത് ഉപയോഗിക്കുന്നു, അവരുടെ സ്കിൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ എബോവ് 60 ഉള്ള അല്ല നിയറിങ് 60 ഉള്ള ഏതെങ്കിലും ഒരു ഫേമസ് പേഴ്സൺ അത് ഉപയോഗിക്കുന്നു, പുള്ളിക്കാരുടെ സ്കിൻ വളരെ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചാടിക്കേറി അത് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ആ സാധനം ഉപയോഗിക്കുന്നതിന് ഒരു രീതി ഉണ്ടായിരിക്കും, ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സോ വീക്കിലി വൺസോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അവരുപയോഗിക്കുന്ന ഫുഡിന് ഒരുപാട് മാറ്റമുണ്ടായിരിക്കും, അവരുടെ സ്കിന്നിന് അത് മാച്ചായിരിക്കും എന്ന് പറഞ്ഞ് ആ ഒരു സെയിം പ്രോഡക്റ്റ് എല്ലാവരുടെയും സ്കിന്നിന് മാച്ചാവണം എന്നില്ല എന്നുള്ള സത്യം ഒരിക്കലും മറക്കരുത്. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനിരുന്നത് ഇതിനെക്കുറിച്ചല്ല ആക്ച്വലി, പക്ഷേ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കിന്നിനെ അറിയുക, നിങ്ങളുടെ സ്കിന്നിനെ കേൾക്കുക, സ്കിന്നിന് എന്താണ് വേണ്ടതെന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ഒരു കണ്ണാടി എടുത്ത് വെച്ച് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ കാണുക. നമ്മൾ ക്യാമറയിൽ ഒരു സെൽഫി ക്ലിക്ക് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും ഒരു ക്യാമറയിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് തരുമ്പോഴോ ഉറപ്പായിട്ടും പകുതി നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കണ്ടീഷൻ അറിയാൻ പറ്റില്ല, ഒരിക്കലും അറിയാൻ പറ്റില്ല. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ സ്കിന്നിനുള്ള കുറേ ന്യൂനതകൾ അറിയാൻ പറ്റുന്നത്. ചില ക്യാമറയ്ക്കകത്താണെങ്കിൽ ഇല്ലാത്ത പാടുകളെല്ലാം കൂടെ നമ്മളെ കാണിക്കും. നമ്മളുടെ എൻ്റെയൊക്കെ കൈയിൻ്റെ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനകത്തുള്ള ബ്ലൂ കളർ വെയിനൊക്കെ കാണും ചില സമയത്ത്. അതായത് നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുമ്പോഴോ, അല്ലെ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിരിക്കും, അല്ലെ ഞാൻ ആക്റ്റീവ് ആയിരിക്കുന്ന സമയമായിരിക്കുമല്ലോ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ ചില സമയത്ത് അങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ എന്താണ്, എങ്ങനെയാണ്, എന്താണ് സ്കിന്നിന് വേണ്ടതെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ
എന്തും തന്നെ സ്കിന്നിൽ ഇടാവുള്ളൂ. ഒരു റൈസ് ഫ്ലോർ പോലും നമ്മുടെ സ്കിന്നിൽ ഇടുന്നത് നിങ്ങളുടെ സ്കിന്നിനെ മനസ്സിലാക്കിയിട്ട് വേണം. അത് ഡോക്ടർക്ക് പറ്റില്ല, ഒരു കോസ്മെറ്റോളജിസ്റ്റിന് പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന് പറ്റില്ല. നമ്മൾ സ്കിൻ കെയർ റെമഡീസ് വരുന്ന നമ്മളെപ്പോലുള്ള ആർക്കും വേറൊരാളുടെ സ്കിന്നിനെ അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ വളരെ നാൾ നമ്മൾ ആ സ്കിന്നിനെ ഒബ്സർവ് ചെയ്ത് കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനെ ആരറിയണം? നിങ്ങൾ തന്നെ അറിയണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഓവർ അഡ്വർടൈസ്മെൻ്റ് ഉള്ള പ്രോഡക്റ്റിന് അത്രയ്ക്കും അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് അവർ ചിലവാക്കി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ലാഭം അതിൽ നിന്ന് എടുക്കുന്നുണ്ടായിരിക്കും. അത് റിലയബിൾ ആണോ എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയണം. നമ്മൾക്ക് അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചെറിയ കാലം മുതലേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? അതുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺവിൻസിങ് ആർട്ടാണ്. നമ്മളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു ആർട്ടാണ്. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നത് പോലെ അതുപോലെ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കി ഇടുന്നതാണ്. മനസ്സിലായോ? അതിൻ്റെ പുറകിൽ അത്രയ്ക്കും എഫേർട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന് പറയുന്നു, ഒരുപാട് ഫേമസ് പീപ്പിൾ പറയുന്നു, ഓക്കെ, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിന്നുള്ള കൊറിയൻ സ്കിന്നിലൊക്കെയുള്ള ആൾക്കാർ പറയുന്നു ഇത് നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തു എന്ന് പറയുന്നു. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇപ്പോൾ ഞാൻ ചെയ്യട്ടെ, ഒരു എക്സാമ്പിൾ, ഒരു 23 ഇയേഴ്സ് ഉള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഒരു 48 ഇയേഴ്സ് ഉള്ള ഒരു ലേഡി നിങ്ങളോട് വന്നിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു, എനിക്ക് വളരെ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, നമ്മളത് വിശ്വസിച്ച് ആ സാധനം വാങ്ങിക്കുന്നു. അപ്പോൾ 48 ഇയേഴ്സ് വരേക്കും അവരെന്താണ് യൂസ് ചെയ്തിരുന്നത്? അതാണ് അവരുടെ സ്കിന്നിൻ്റെ റിസൾട്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ അല്ലെ 6 മാസം കൊണ്ടോ നമുക്ക് നമ്മളുടെ സ്കിന്നിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടില്ല. നമ്മൾക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാത്രമേ നമ്മൾക്ക് സ്കിന്നിന് ഫുൾ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഓർക്കും, ഇപ്പോൾ വിഭൂതിയുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങിച്ചിരുമ്പോൾ ഒരു തെളിച്ചമുണ്ട്, സൺ ടാൻ മാറും, ചെറിയ ചെറിയ ചുളിവുകൾ മാറും, നിങ്ങൾ ഒരു എനർജറ്റിക് ആകും, നിങ്ങൾ ഹാപ്പി ആകും. അപ്പോൾ എന്താ ചെയ്യുക? സ്ലോലി ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുക. അല്ലാതെ സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്യൂർ ആവണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി, അതായത് നിരന്തരമായിട്ട് വിടാതെ പരിശ്രമിക്കണം. അതാണ് ശരിക്കുള്ള വേർഡ്, വിടാതെ പരിശ്രമിക്കണം. കാരണം എന്നോട് നിറയെ പേര് ഇപ്പോൾ ചോദിക്കാറുണ്ട്, നമ്മുടെ ന്യൂട്രി ഗ്ലോ ആണെങ്കിലും എത്ര നാൾ ഉപയോഗിച്ചാൽ ഗ്ലോ കിട്ടും? അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ എന്തുമാത്രം മിനറൽസ് ഉണ്ട്, എന്തുമാത്രം വിറ്റമിൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾക്കറിയില്ല. നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് പേഴ്സൺ ടു പേഴ്സൺ റിസൾട്ട് മാറും. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന കുറേ സാധനങ്ങൾ. മനസ്സിലായോ? ഞാൻ ആ പ്രോഡക്റ്റ് അവരുപയോഗിച്ച് അവരുടെ ഫേസിൻ്റെ ആ ഒരു മാറ്റം കണ്ടിട്ട് വിഷമം തോന്നിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ചത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിന് പണ്ടേ ആലോചിച്ചിട്ടുണ്ട്. തമിഴൊക്കെ വരുന്നു, ഇതിന് മുന്നേ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം, ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കണം. ഞാൻ എപ്പോഴും പറയും, ആർത്തിയോടെ പോയി എക്സൈറ്റ്മെൻറ്റോടെ പോയി സ്കിൻ കെയർ ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് ആലോചിച്ച് മിസ്റ്റേക്കുകൾ ചെയ്യരുത്. ഇപ്പം നമ്മുടെ ഇതിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണെങ്കിൽ കൂടെ എല്ലാം കൂടെ കൂട്ടിക്കലക്കി ഫേസിലിടരുത്. അതിൻ്റേതായ ഡോസേജ് ഉണ്ട്. ഇപ്പം നമ്മളൊരു പനി വന്നാൽ, നമ്മൾക്കൊരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് സർവ്വസാധാരണമാണ്, നമ്മൾക്കൊരു ഡോസേജ് ഉണ്ടല്ലേ ആ മരുന്നിന്. ആ ഡോസേജ് അനുസരിച്ചാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ സ്കിന്നിന് ഒരു ജീവനുണ്ടെന്ന് മനസ്സിലാക്കുക, അതിനെ ഒന്ന് ലിസൺ ചെയ്യുക, അതിനെ ഒന്ന് അറിയാൻ ശ്രമിക്കുക, എന്നിട്ട് സ്കിൻ കെയർ ചെയ്യണം നിങ്ങൾ. അല്ലാതെ കുറേ ഓടിപ്പോയി സെലിബ്രിറ്റി ഉപയോഗിക്കുന്നു, അവരതുകൊണ്ടാണ് സുന്ദരിയായിരിക്കുന്ന. ഇതിനൊക്കെ പിന്നിൽ ജീൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്നും ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ നിന്നും ഒരു 8 തലമുറ മുന്നേ ഉള്ള ആൾക്കാരിൽ നിന്ന് വരെ കിട്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ അപ്പിയറൻസിലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരമ്മയുടെ 2 മക്കളാണെങ്കിലും നമ്മൾക്കെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെൽത്തും സ്കിന്നും അല്ലെ ശരീരപ്രകൃതിയും അല്ലെ ഹെയറും ഒക്കെ നമ്മൾ ഡിഫറെൻ്റ് അല്ലേ? ടേസ്റ്റ്, നമ്മൾ ലോകത്തിനെ കാണുന്നത് ഇതൊക്കെ ഡിഫറെൻ്റ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന സെലിബ്രിറ്റി ചിലപ്പോൾ സുന്ദരിയായിരിക്കും അല്ലെ സുന്ദരനായിരിക്കും, അവർക്കത് ഉപയോഗിച്ചിട്ട് നല്ലതായിരിക്കും, അവരത് ഉപയോഗിച്ച് കാണാമില്ലായിരിക്കാം. നമ്മളുടെ പ്രോഡക്റ്റ് നന്നായിട്ട് നിങ്ങളോട് പറയും, ഇത്ര നാൾ ഉപയോഗിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, നിരന്തരമായിട്ട് ഉപയോഗിക്കൂ, ഇത് ഒരു സ്റ്റേജിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല. അങ്ങനെയും ഞാൻ കേട്ടു കുറച്ച് പേര് വേറെ കുറേ പ്രോഡക്റ്റിനെ കുറിച്ച്, നിങ്ങൾ ഇത്ര നാൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നന്നായിട്ട് വെളുത്തു, ഇപ്പം എനിക്കിത് മാറ്റണം എന്നുണ്ട്, ഞാൻ നിർത്തിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ നിർത്തിക്കോ, കുഴപ്പമില്ല, പക്ഷേ പെട്ടെന്ന് നിർത്തരുത്, കുറേശ്ശെ നിർത്തിക്കൊണ്ട് വന്ന് നിർത്താൻ.
ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. എന്തുമാത്രം നിങ്ങളുടെ ഫേസിനെ അത് ഡാമേജ് ചെയ്ത് നിങ്ങളെ ഏജിലോട്ട് തള്ളിക്കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരാൾക്കത് മാച്ചായി എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാശ് മുടക്കി അത് വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കയ്യിൽ ഒതുങ്ങാത്ത കാശ്. ഓക്കെ, നമ്മളുടെ സ്കിൻ കെയർ സ്റ്റോറിനകത്ത് മാക്സിമം പോണ എല്ലാം ഒരു ബിലോ 1000 ആണെല്ലാം. ഞാൻ പറയുന്നത് അതിനെ കാണിക്കുമല്ല, അതിൻ്റെയൊക്കെ 4 മടങ്ങ് വിലയുള്ള സാധനം വാങ്ങിച്ചിട്ട് സ്കിന്ന് ഭയങ്കര ഡള്ളായി. പക്ഷെ ഞാൻ പറഞ്ഞില്ല കേട്ടോ പുള്ളിക്കാരി അടുത്ത്. എനിക്ക് പറയാൻ വിഷമം തോന്നി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. കാരണം നിങ്ങളോട് എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ ചെയ്യരുത്. നന്നായിട്ട് നിങ്ങളുടെ സ്കിന്നിനെ അറിയുക, ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, അതായത് വെള്ളം കുടിക്കുക. വെള്ളം ശരീരത്ത് കുറയും തോറും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആകുകയും വലിയുകയും ഡ്രൈ ആകുകയും അതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് വലിഞ്ഞാണ് ഈ ചുളുക്കങ്ങളും ചുളിവുകളും അല്ലെങ്കിൽ റിങ്കിൾസും ഒക്കെ വീഴുന്നത്, ഡ്രൈ സ്കിൻ ആവുന്നത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എന്തെല്ലാം പരിഹാരങ്ങളുണ്ട്. ഇഷ്ടംപോലെ നമുക്ക് ജ്യൂസുകൾ കുടിക്കാം, വെള്ളം കുടിക്കാം, കോക്കനട്ട് വാട്ടർ കുടിക്കാം. കോക്കനട്ട് വാട്ടർ, വാട്ട് ഈസ് ദാറ്റ്, കരിക്കും വെള്ളം കുടിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലേ. നാരങ്ങ വെള്ളം കുടിക്കാം, ഡെയിലി 1 ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കാം, വളരെ ലൈറ്റായിട്ടുള്ള നാരങ്ങ വെള്ളം. അതൊക്കെ വളരെ നല്ല നല്ല കാര്യങ്ങളാണ്. ഷുഗറും വേണ്ട, സോൾട്ടും വേണ്ട, അല്ലാതെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങി ഫേസിലോട്ട് ഇട്ടത് കൊണ്ട് മാത്രം നമ്മൾക്ക് ഒരിക്കലും നല്ല സ്കിൻ കിട്ടില്ല. അങ്ങനെയുള്ള സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഡയറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ഉപയോഗിക്കുന്ന ഡയറ്റിനകത്ത് ഉറപ്പായിട്ടും അതിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിനറൽസ്, പ്രോട്ടീൻ എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കഴിച്ചു വന്ന ഒരു ആഹാര രീതിയുണ്ട്, ചോറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരിക്കലും അത് പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കരുത്. കുറച്ച് കഴിക്കാം. കുറച്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കൂട്ടാം. തോരൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടാം. ദിവസവും ഒരു ക്യാരറ്റ് ജ്യൂസ് കഴിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ബീട്രൂട്ട് ജ്യൂസ് കഴിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം. കിവി പഴം ഒരു ദിവസം കഴിക്കാം. നമുക്ക് കിട്ടുന്നതെല്ലാം കഴിക്കുക, കിട്ടുന്ന ഫ്രൂട്ട്സ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സ്കിന്നിനെ. അപ്പോൾ എന്നിട്ട് ഫേസ് പാക്കും കൂടി ഇടുമ്പോഴാണ് നമ്മളുടെ സ്കിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആവുന്നത്. അല്ലാതെ നമ്മൾ കുറേ സാധനങ്ങൾ, വിലയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഷോർട്ട് കട്ടാണ് നമ്മൾ ഈ നോക്കുന്നത്. നമ്മൾക്കെല്ലാം എളുപ്പത്തിൽ വേണം. എന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, നമ്മളുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും, ഇതുകൊണ്ട് നലങ്കുമ ഉപയോഗിച്ചാൽ വെളുക്കുമെന്ന് ഉറപ്പാണോ, ന്യൂട്രിഗ്ലോ കഴിച്ചാൽ എത്ര ദിവസം കൊണ്ട് വെളുക്കും? അങ്ങനല്ല. നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹെൽത്ത്, നിങ്ങൾ എത്ര ഹെൽത്തി ആണോ അതിനനുസരിച്ച് എത്ര ദിവസം കൊണ്ട് മുടി വളരും. എൻ്റെ ഒരു 2-3 മാസത്തിന് മുന്നേ ഉള്ള വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇത്രയൊക്കെ ആയിട്ട് ഞാൻ ഷോർട്ടായിട്ട് കട്ട് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പം ഇത് ഇത്രയും വളർന്നു. ഞാൻ ആഗ്രഹിക്കുന്ന കുറേ വളർന്നിട്ട്, ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, തിരുപ്പതിയിൽ കൊണ്ട് മൊട്ടയടിക്കേണ്ട മുടിയാണ്, അത് ഞാൻ ചെയ്യും. പക്ഷേ അന്ന് വെച്ചിട്ട് അത് സ്റ്റൈലല്ലാതെ നടക്കാനോ വൃത്തിയല്ലാതെ നടക്കാനോ ഒന്നും ഞാനില്ല. അങ്ങനെയല്ല. ഭക്തിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും അർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഭക്തി എന്ന് പറയുന്നത്. അത് ദിസ് വേ ഓർ ദാറ്റ് വേ, അതാണ് അതിൻ്റെ കാര്യം. ബട്ട് ഞാൻ സ്റ്റൈലായിട്ട് തന്നെ കൊണ്ട് നടക്കും. മുടി വളരുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ ജടാമഞ്ചി ഓയിലാണ് തേക്കാൻ പോകുന്നത്, മുടി പെട്ടെന്ന് വളരട്ടെ. കാരണം എൻ്റെ ആഗ്രഹം മുടി ഇടുപ്പ് വരെ വീണ്ടും പഴയ പോലെ തന്നെ വളർന്നിട്ട് ഒന്ന് ബട്ടർഫ്ലൈ ലെയർ കട്ട് ചെയ്തിടണം എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അതാണിപ്പോൾ തേക്കുന്നത്, ജടാമഞ്ചി ഓയിലാണ്. ഞാൻ അതിന് മുന്നേയും നെല്ലിക്ക ഹെയർ ഓയിൽ തേക്കുമായിരുന്നു. എൻ്റെ മുടി ഞാൻ എപ്പോഴും തേച്ചുകൊണ്ടിരുന്നത് അതാണ്. ഇത് ഞാൻ ആഴ്ചയിൽ 3 ദിവസം, ഞാൻ പറഞ്ഞല്ലോ 3 ദിവസം അതും 4 ദിവസം ഇതും, അങ്ങനെയാണ് നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ കുറേ സമയമെടുക്കും. അതിന് ഞാൻ ആരെയെങ്കിലും ഹെൽപ്പ് തേടാറുണ്ട്. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഗേളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള പാർലറിലുള്ള ഗേളാണെങ്കിലും, ആരുടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ അമ്മ, അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് തേടാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളും വളരെ വൈസ്ലി തിങ്ക് ചെയ്തിട്ട് വേണം ഒരു സ്കിൻ കെയർ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഒരാൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് ചേരണമെന്നില്ല. അതുകൊണ്ട് ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഈ മായാലോകമാണത്. അതൊരു മായാലോകമാണ്. കാരണം ഞാൻ MBA ആയിട്ട് പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതേ കാര്യം ഇപ്പോൾ പുതുതായിട്ടൊരു ചായ, നല്ല ചായയാണ് കേട്ടോ, അതിൻ്റെ ഒരു ആഡാണ്. അതൊരു ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ചെയ്യാനൊക്കെ. അതിനകത്ത് ഇങ്ങനെ ചായയുടെ ചുറ്റിനും റോസ് ഫ്ലവർ വിടർന്നിട്ട് ഒരു ലേഡി ഇങ്ങനെ രാജ്കുമാരി പോലെ നടന്നു വരുമ്പോൾ നമ്മൾ ഡ്രീമി ആയി പോവല്ലേ ആ ചായ കുടിക്കാൻ.
ബട്ട് ഐ ലൈക്ക് ദ ടീ പൗഡർ, നല്ലതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഇമാജിനേഷൻ ഉണ്ടല്ലോ, നമ്മളുടെ സ്വപ്നങ്ങളെ തൊട്ടുണർത്തുവാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ സത്യം. നമ്മളുടെ ആഗ്രഹങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് നമ്മളുടെ ആ വീക്ക് പോയിന്റിൽ കയറി പിടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, എല്ലാ അഡ്വർടൈസ്മെൻറ്റിനും മോശമാണെന്നല്ല, എല്ലാ അഡ്വർടൈസ്മെൻറ്റും സ്പാം ആണെന്നല്ല പറയുന്നത്. എല്ലാ കെമിക്കൽ പ്രോഡക്റ്റുകളും സ്പാമല്ല, നല്ല കെമിക്കൽ പ്രോഡക്ട്സുകളും ഉണ്ട്. എന്ന് വെച്ചാൽ കോസ്മെറ്റിക്സും ഉണ്ട്, നല്ല ഹോം മെയ്ഡും ആയുർവേദിക്കും എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. മനസ്സിലായോ? ഒരാളെ കണ്ടിട്ട് അവരെ പോലെ ആകാനോ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ സ്കിന്നിനാണ് എന്താണ് പ്രശ്നം, എത്രത്തോളം മാറ്റാൻ പറ്റും, സഡൻ മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക. ഗ്രാജ്വലി മാറാൻ ശ്രമിക്കുക. ആൻറ്റി ഏജിങ് ഓയിൽ മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോഴൊക്കെ എന്താ നമ്മൾക്ക് ഒരു ഇത് കിട്ടുന്നതെന്നറിയാമോ? എത്രത്തോളം ആ സ്കിന്ന് ബ്രീത്ത് ചെയ്യും, എത്രത്തോളം ആ സ്കിന്ന് റിലാക്സ് ആകും. ആ റിലാക്സ് ആയി ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു ഗ്ലോ വരും. അതിൻ്റെ കൂടെ നമ്മൾ ഡയറ്റും കൂടെ ശ്രദ്ധിച്ചാൽ ആഹാ വണ്ടർഫുൾ ആയിട്ടിരിക്കും നമ്മുടെ സ്കിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയാനാണ് വന്നത്, ഒരു റിവ്യൂ പോലെ പറയാനാണ് വന്നത്. അപ്പോൾ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാതെ ചാടിക്കേറി പോയി വാങ്ങാതിരിക്കുക. അറിയുക, നിങ്ങളുടെ സ്കിന്നിനെ അറിഞ്ഞിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് വാങ്ങിക്കുക. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയോ ഒരു മാനോ കാണുമ്പോൾ അവരെ പോലെ ആകണമെന്ന് വിചാരിച്ച് സ്കിൻ കെയർ ചെയ്യാതിരിക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ അറിയുക, കണ്ണാടി എടുത്ത് വെച്ച് നോക്കുക, എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുക, എവിടെയാണ് പാളിപ്പോയതെന്ന് മനസ്സിലാക്കുക, എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് മനസ്സിലാക്കുക, എന്ത് വെച്ചാണ് തുടങ്ങേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ എനിക്കിന്ന് പറയാനായിട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. ബിക്കോസ് ഇതൊരു റിയൽ എക്സ്പീരിയൻസിനെ ബേസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്ന് വെച്ച് എല്ലാം സ്പാമാണെന്നോ എല്ലാം ചീത്തയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. വളരെ നല്ല ഇതുകൊണ്ട് ചീത്തയുണ്ട്. അല്ലെങ്കിൽ ഒരാൾക്ക് മാച്ചാവുന്ന വേറൊരാൾക്ക് മാച്ചാവണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ അറിയുക, നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ കെയർ ചെയ്യുക, നിങ്ങൾ സ്കിന്നിനെ ഒന്ന് ലിസൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. അറിഞ്ഞ് മനസ്സിലാക്കി ശ്രദ്ധയോടെ കൺസിസ്റ്റൻസിയോടെ, അതായത് വിടാതെ സ്കിൻ കെയർ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.